അപ്പോൾ ഞാൻ വീണ്ടും പുതിയൊരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല കേട്ടോ, അന്നത്തെ പ്രശ്ന പരിഹാരത്തിൻ്റെ ഇതിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതായത് സ്ത്രീകൾ താമസിക്കുന്ന വീട്ടിൽ പ്രശ്ന പരിഹാരത്തിന് ഒരു പരിഹാരം കിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഞാൻ കാണിച്ചൊരു വീട്, ആ ഒരു വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളം മതിലിനടിയിൽ കൂടി വരുന്നു. അത് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തപ്പം ഇവിടുന്ന് ആരൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ഇന്നതുപോലെയാണ് കാര്യങ്ങൾ. അതായത് നമ്മളുടെ വീട്ടിൽ നിന്ന്, അതായത് വെറും 5-6 അടി താഴ്ചയാണ് ആ ഒരു ഇതിനുള്ളത്. വിളിച്ച് പറഞ്ഞു കൊടുത്തേക്കുന്നത് 20 അടി താഴ്ച. പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ആ ഒരു മതിലിൻ്റെ അടി, അതായത് ആ ഒരു തറ മുതൽ ആ ഒരു മതിലിൻ്റെ ആ ഒരു കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം വരെ മണ്ണാണ് ഇട്ടേക്കുന്നത്. ഈ ഒരു കുഴിക്കകത്ത് ഉറയിടാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു മതിൽ കെട്ടിയിരിക്കുന്ന രീതി കണ്ടല്ലോ നിങ്ങൾ. എത്രയോ വൃത്തികെട്ട രീതിയിലാണ് കെട്ടിയിരിക്കുന്നത്. നമ്മൾ മതിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മതിലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും അവരുടെ കോമ്പൗണ്ടിനകത്ത് പോകുന്നില്ല. അപ്പോൾ ഇത്രയും വേസ്റ്റുകൾ അവർ 3 പേരും അപ്പിയിടുന്ന സാധനങ്ങളും, പിന്നെ ഈ ബാത്റൂമിൻ്റെ ഈ വെള്ളം, പാത്രം കഴുകുന്നതും അല്ലാത്ത വെള്ളങ്ങളെല്ലാം ഒരൊറ്റ ഡ്രെയിനേജ് കുഴിയാണ്. ആ ഒരു കുഴിക്കകത്തൂടെ ഈ മണ്ണിനകത്ത് നിന്ന് ആ ഒരു മതിൽ ക്ലിയർ അല്ലാത്തത് കൊണ്ട് ആ മതിലിൻ്റെ ഹോളിൽ കൂടി എവിടെയൊക്കെ ഹോളുണ്ടോ ആ ഒരു ഹോൾ വഴി ഇങ്ങനെ വരികയാണ്. അതുമാത്രമല്ല, ഈ ഒരു ഒരു മട്ടത്ത് കൂടി വരികയാണ്. അപ്പം ഞാൻ ഇന്ന് ഹെൽത്തിൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറയാണ്, നമ്മൾ കെട്ടിയ മതിലല്ലല്ലോ എന്ന്. നമ്മളെ കയ്യിൽ നിന്ന് അവരുടെ കോമ്പൗണ്ടിലുള്ള വെള്ളം പരിഹരിക്കാനാണ് നമ്മൾ പോയത്. നമ്മുടെ കോമ്പൗണ്ടിലോട്ട് വെള്ളം വരാതിരിക്കാനും അത് എങ്ങനെ അവരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. നമ്മുടെ കോമ്പൗണ്ടിൽ നമ്മുടെ മതിലാണോ അല്ലെന്ന് അവരറിയേണ്ട കാര്യമില്ല. അവർ കെട്ടി, നമ്മളിപ്പുറത്തിരിക്കുന്നു, നമ്മുടെ അതിൽ അവർ കെട്ടിയിട്ടുണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പരിഹരിച്ച് തരേണ്ട കടമാരാണ്. ഞാൻ മേയറിനെ കാണാൻ പോയി. 3 തവണ ഞാൻ കയറി. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ്. ഇവിടെ ഞാനും എൻ്റെ അമ്മയും വയ്യാത്ത ആളാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് ഇങ്ങനെ കയറി വാങ്ങാണ്. ഒരു ദിവസം ഓട്ടോയ്ക്ക് തന്നെ 500 രൂപയോ 250 വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇത്രയും രൂപ ഒക്കെ ചിലവാക്കി ഞാൻ എൻ്റെ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങുകയാണ്. മേയർക്ക് കൊടുത്തു, 3 തവണ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീഡിയോ സഹിതം എൻ്റെ ചെടി ഇവിടെയുള്ള ചെടികൾ അത്രയും നശിപ്പിക്കുകയാണ്. ഒരു ചെടി ഇല്ലാണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം രാത്രിയത്തെ പരിപാടിയാണ്. ഒരു 2-3 മണി അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ഇതൊന്നും നമ്മളൊന്നും കാണുന്നില്ല. ക്യാമറ വെച്ചിട്ട് പോലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ഇരിക്കുകയാണ്. ഈ ക്യാമറ ഇന്നലെ നോക്കിയപ്പോഴത്തേക്ക് ഫുൾ മങ്ങലെന്ന് പറഞ്ഞാൽ എന്തോ സംഭവം ടോർച്ചിട്ട് അടിക്കുന്നുണ്ട്. ഈ വെട്ടം കാണാണ്ടിരിക്കാൻ, നമ്മുടെ ഈ ഒന്നും കാണാണ്ടിരിക്കാൻ വേണ്ടി ടോർച്ചിട്ട് ഈ ഒരു ക്യാമറയിൽ പതിയുമ്പോഴത്തേക്ക് നമുക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ പോകണം. നമ്മൾ പരാതി കൊടുത്താൽ ഈ ഹെൽത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറയാണ്, ഗായത്രി എന്ന് പറയുന്നത് അവർ ചെയ്യേണ്ട കാര്യം, അവർ കൊടുക്കേണ്ട ഒരു വ്യക്തി, അത് സ്ത്രീകൾ താമസിക്കുന്നതിൻ്റെ ഒരു കുഞ്ഞുണ്ട്. അപ്പം നമ്മൾ ഇത്രയും പേര് താമസിക്കുന്നൊരു വീട്, ആ ഒരു വീടിനകത്ത് മറ്റൊരു കോമ്പൗണ്ടിലുള്ള വേസ്റ്റ് വെള്ളം വരുന്ന നമ്മളാണ് തടയാനുള്ളത്, അവരല്ലേ തടയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഭാഗം ശരിയാക്കിക്കോളാം. അത് കഴിഞ്ഞുള്ള പ്രശ്നം. അപ്പം അവർ വന്ന് നോക്കും. ഞാനിവിടുത്തെ മേയറെ കാണാൻ വേണ്ടി പോയ സമയത്ത്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം എനിക്ക് വാക്ക് പറഞ്ഞ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് ഈ SH എന്ന് പറയുന്ന ഒരു വ്യക്തിക്കായിരുന്നു. ആ ഒരു വ്യക്തി വന്നതിന് ശേഷം ഞാനാണ് പരാതി കൊടുത്തത്. എൻ്റെ അമ്മയെ പറയാൻ സമ്മതിക്കുന്നില്ല, എൻ്റെ അമ്മയോട് ഷൗട്ട് ചെയ്യുന്നു. ഒരു കുഞ്ഞുണ്ട് കയ്യിൽ, ആ ഒരു കുഞ്ഞിനെ പോലും മൈൻഡ് വയ്ക്കുന്നില്ല അയാൾ. ഇല്ലെങ്കിൽ ആ ഒരു കുഞ്ഞുള്ള വീടാണ്, മറ്റൊരു കോമ്പൗണ്ടിൽ നിന്ന് വെള്ളം വരുന്നത് എങ്ങനെയാണ്, അത് എന്തുകൊണ്ടാണ് ആ വെള്ളം ഇവിടെ വരുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും. ആ മതിൽ നനയട്ടെ, മതിൽ അവർ പറഞ്ഞ് ശരി, ആ മതിൽ നട്ടെ, അവർ നനയെ എടുക്കിച്ചിട്ട് നമ്മുടെ കോമ്പൗണ്ടിലോട്ട് മഴ പെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും വെള്ളം വരാണ്ടിരിക്കാനാണ് നമ്മൾ കയറി ഇറങ്ങുന്നത്. അപ്പോൾ നമുക്കെന്തൊരു തലയ്ക്ക് സുഖമില്ലേ ഒരാളെ കുറിച്ചിട്ട് നമുക്കിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാൻ. അവർ ചെയ്യേണ്ട കാര്യം അവർ നീറ്റായിട്ട് ചെയ്തെങ്കിൽ നമുക്കിങ്ങനെ കയറി ഇറങ്ങേണ്ടി വരുമെന്നാ. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മാവ്, തെങ്ങ്, നിങ്ങൾക്ക് ഞാൻ തെങ്ങ് കാണിച്ചത്, ഒരു ഓല നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഒരു ക്യാമറ വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ക്യാമറ ഇങ്ങോട്ട് തിരിയും, അവിടെ നിൽക്കുന്നവരുണ്ട് അങ്ങോട്ട് തിരിയും. ഈ 2-3 മണിക്ക് ശേഷമാണ് സ്ത്രീകളുള്ള വീട്ടിൽ, ഇന്നൊന്നും തുടങ്ങിയല്ല കേട്ടോ, ഇത് ക്യാമറ വയ്ക്കുന്നതിന് മുന്നേ എൻ്റെ ടെറസിൽ കയറി ചാടുകയും പിന്നെ കുറേ പുല്ലുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ രാവിലെ എഴുന്നേൽക്കുമ്പം ഇവിടെ സൈഡിലൊക്കെ എടുത്ത് വയ്ക്കുകയും പിന്നെ നമ്മൾ തെർമോക്കോൾ വെച്ച് സൈഡിൽ മറിച്ച സാധനത്തിനൊക്കെ ഒടിച്ച് താഴെ ഇടുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ 10-35,000 ഒരു ക്യാമറ വെച്ചത്. എന്നിട്ട് നമുക്കൊരു നിവൃത്തിയില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? സ്വന്തം വീട്ടിലുള്ള ഒരു കാര്യം നമ്മൾ വിചാരിക്കുന്നതാണ്, നമ്മൾ കോമ്പൗണ്ടിനകത്തുള്ള വെള്ളം ഒരാളുടെ കോമ്പൗണ്ടിലോട്ട് പോകാണ്ടിരിക്കാൻ നമ്മൾ എന്ത് മാക്സിമം ചെയ്യും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് വേറൊരാളുടെ കോമ്പൗണ്ടിലോട്ട് നമ്മുടെ മതിലിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. അതാണ് നമ്മുടെ ആവശ്യം, അതാണ് നമ്മുടെ മാന്യത. പക്ഷേ ഇതങ്ങനെയല്ല. അവർ 3 പേരും ഇടുന്ന അപ്പിയും അല്ലാണ്ട് ഈ ഒരു
എന്താ പറയുക, പാത്രം കഴുകണം, നനയ്ക്കണം എല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. അതെല്ലാം ഈ ഒരു 6-7 അടി കുഴിയേ ഉള്ളൂ താഴ്ച. പറഞ്ഞേക്കുന്നത് വിളിച്ച് 20 അടി താഴ്ച. എൻ്റെ വീട്ടിലെ കുഴി തന്നെ 25 അടിയോളം ഉണ്ട്. അത് കിണറിന് വേണ്ടിയിട്ട് കുഴിച്ചാണ്. ഒരൊറ്റ ആൾ താമസിക്കുന്ന വീട്, ചുമ്മാ കൊടുത്ത വീട്. ആ ഒരു വീട്ടിനകത്ത് കയറി ഇരുന്നിട്ട് നമ്മളെ ദ്രോഹിക്കുന്നതിന് ഒരു പരിധിയില്ല. എന്നിട്ട് ഇവർക്ക് 3 പേർക്കും ഗവൺമെൻറ് ജോലി, ഒരാൾക്ക് അംഗൻവാടി, ഒരാൾക്ക് KCBയിൽ താൽക്കാലിക ജോലി, ഒരാൾക്ക് ഡെയിലി വേജസ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ 3 പേരും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോക്കുമ്പോൾ 3 പേരും ഗവൺമെൻറ് ജോലി. അതുകൊണ്ട് അവരുടെ അടുത്തൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ഹെൽത്തിലുള്ള അവർ തന്നെ പറഞ്ഞു നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന ആൾക്കാരല്ല എന്നാണ് അവരെന്നോട് നേരത്തെ പറയുന്നത്. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഇന്ന് എന്നോട് പറഞ്ഞത്. അതായത് അവർ ചുളുവിന് കെട്ടിയ മതിലല്ല, അവരെ കോമ്പൗണ്ടിൽ അവർ നമ്മുടെ അതിൽ കെട്ടിയത് നമ്മളെന്ത് ചെയ്യണോ, പിടിച്ചു വെക്കണം. നമ്മുടെ അതിൽ നമ്മൾ വിട്ടുതന്നെങ്കിൽ നമ്മൾ കെട്ടുമായിരുന്നു. അവരിപ്പം കെട്ടി, നമ്മളത് കണ്ടു. നമ്മളന്ന് അവർ ആ മതിൽ കെട്ടിയതിന് ഫോൾട്ട് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോൾട്ട് വന്ന സമയത്ത് പറഞ്ഞപ്പോഴും ആ പണിക്കാരൻ പറഞ്ഞത് എന്താണ്, അവർ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ ഒരു കോൺക്രീറ്റ് ചല്ലി ഇടുന്നതിന് പകരം ഒരു മണ്ണ് കുത്തി നിറച്ചിട്ടു. ആ ഒരു മണ്ണ് പോയ സ്ഥലത്തൊക്കെയാണ് ഈ ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കുക ഏത് ഹെൽത്തിലുള്ള ആൾക്കാർക്കാണ് മനസ്സിലാവാത്തത്. നമ്മളെ വിളിച്ച് അപമാനിക്കുന്ന രീതിയിലാണ് നിന്ന്. അത് ഞാൻ ലേഡീസ് ആയുണ്ടോ, അതോ ഇനി ആണുങ്ങളില്ലാത്ത ഈ വീട്ടിനകത്ത് ആണുങ്ങൾ കുറവായത് ഉണ്ട് മാത്രമാണ് ഇവർക്ക് മാത്രം എന്താണ് ഇത്ര ഫെസിലിറ്റി വരുന്നത്? ഇവരെന്താ ഭയങ്കര വലിയ ആൾക്കാരാണോ? പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്താലും ഇവർക്കെതിരെ ഭയങ്കര സപ്പോർട്ട്. ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരും, പറയും, അത് അവിടെ തീർന്നു. അവർ ചെയ്യുന്നതൊക്കെ പുണ്യപ്രവൃത്തികൾ. നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ നിവർത്തികെട്ട സ്ത്രീകൾ മാത്രം ഉള്ളത് കൊണ്ട് മാത്രം കംപ്ലയിൻറ്റ് കൊടുക്കും. നമുക്ക് കിട്ടുന്നതോ വളരെയധികം വൃത്തികെട്ട രീതിയിലുള്ള വഴക്കുകളും. HS എന്ന് പറയുന്നത് ഞാൻ ആ വീഡിയോ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കൊടുത്തേക്കാം. അല്ല, ഹെൽത്തിലുള്ള ആൾക്കാർ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കരപ്പെട്ടൊരു പരിഹാരമാണ് എനിക്ക് പറയുന്നത്. നമുക്കൊന്നും അറിയണം, നമ്മളൊക്കെ മന്ദബുദ്ധികൾ, നമ്മൾ ഒന്നും അറിഞ്ഞൂടാ. അതായത് ഇവർക്ക് ഈ ചെയ്യാനുള്ള പരിഹാരം ഒന്നും അറിഞ്ഞൂടാ. അവരെ കോമ്പൗണ്ടിൽ നിന്ന് വെള്ളം വരുന്നതുകൊണ്ട് നമ്മൾ പരിഹരിച്ച് കൊടുക്കേണ്ടത് നമുക്കൊരു പരിഹാരം തന്നിരിക്കുകയാണ്, നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് ചെയ്തോളാം. വേറെ ആരും വന്നിട്ടൊന്നും കണ്ടില്ലാന്ന്. കാണുന്ന സമയത്ത് ഞാൻ വിളിച്ച് പറയുമ്പോൾ ഒരു പറയത്തുള്ളൂ. ഒരു വ്യക്തികളും പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നിട്ട് പറയണു മഴവെള്ളമല്ലേ, മഴവെള്ളം വരട്ടെന്ന്. മഴവെള്ളം അവർ കോമ്പൗണ്ടിൽ നിൽക്കട്ടെ, എൻ്റെ കോമ്പൗണ്ടിലല്ല മഴവെള്ളം വരാനുള്ളത്. അവർ കോമ്പൗണ്ടിൽ നിൽക്കുന്നിട്ട് അവർ മഴവെള്ളം വരെ വരാണ്ടിരിക്കുക ചെയ്യുക. അത് അവരുടെ കാര്യം. എൻ്റെ കോമ്പൗണ്ടിലോട്ട് വരണ്ട. എനിക്ക് പരിഹാരം ഞാൻ തേടിപ്പോയത് എൻ്റെ കോമ്പൗണ്ടിലോട്ട് അവരുടെ വെള്ളമോ വേസ്റ്റോ ഒന്നും വരാൻ പാടില്ല. അതിന് ഇതുവരെയും പരിഹാരം കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ വരും, ഇങ്ങനെ നോക്കും, ദാ പോവും. എന്നിട്ട് പറയും അവിടെ ഒരു പ്രശ്നവും ഇല്ല, അതൊരു പ്രശ്നവും ഇല്ല. പ്രശ്നം എവിടെയാണ്? അടിഭാഗത്താണ് പ്രശ്നം. വെള്ളം നനവില്ലാത്തതുകൊണ്ടാണോ എല്ലാം തോരന്ന് അങ്ങോട്ട് വിടുന്നത്? വരെയുണ്ട്, ഒച്ച വരുന്നു കയറി. ഇതൊക്കെ നമ്മൾ എങ്ങനെ സഹിക്കും? നമ്മളിവിടെ താമസിക്കുന്ന മനുഷ്യരാണ്, അല്ലാണ്ട് വേറെ മറ്റേ പക്കിയും പ്രാണികളൊന്നും അല്ല. ഇവിടെ നിൽക്കുന്നത് താമസിക്കുന്ന മനുഷ്യരാണ്. ആ ഒരു വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കാണ്ട് ആ വീട്ടുകാർക്ക് എന്താണ് പ്രശ്നം, ആ ഒരു വീട്ടിൽ നിങ്ങളുടെ കോമ്പൗണ്ടിൽ നിന്ന് വെള്ളം അവരുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്, ഒരു വാക്ക് ഇവർ 2 പേര് വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ടോ? അവിടെ ഒരു 2 വ്യക്തികളാണ് സ്ഥിരമായിട്ട്. ഒന്ന് ഗായത്രി എന്ന് പറയുന്നൊരു വ്യക്തി, അവർ ഹെൽത്തിൻ്റെ ആളാണ്, മെയിനാണ്, ഓഫീസറാണ്, ഇൻസ്പെക്ടറാണ്. അവർ വന്നിട്ട് അവർ കണ്ണിൽ നിന്നും കാണുന്നില്ല. തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പുറത്തോട്ടൊന്നും കാണുന്നില്ല, എല്ലാം ഉള്ളിലോട്ടാണ്. ഒരു കുഴി ഉണ്ടെങ്കിൽ അതിനെ ഉറയിട്ടെടുക്കാം. നമ്മുടെ വേസ്റ്റ് കൂടി പോലും 6 അടി താഴ്ചിട്ട് അത് ഉറയിട്ടിട്ടാണ് നമ്മൾ മൂടി വെക്കുന്നത്. ആ ഒരു 5-6 ഉറ ഇറക്കേണ്ട സ്ഥാനത്ത് ഉറയില്ലാണ്ട് മണ്ണിലോട്ട് പിടിച്ച് അത് മഴ പെയ്യുമ്പോൾ എല്ലാം കൂടി കുത്തനെ എങ്ങോട്ടാണ് ഇറങ്ങുന്നത്. ആ വെള്ളം നമ്മൾ നടന്നു പോകുന്ന വഴി നമ്മുടെ മുറ്റത്ത് കൂടിയാണ് പോകുന്നത്, നമ്മുടെ ഫ്രണ്ട് മുറ്റത്ത് കൂടിയാണ് പോകുന്നത്. ഇത്രയും വൃത്തികേട് ചെയ്തിട്ടും ഒരാൾ പോലും ചോദിക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല. എന്നിട്ട് നമ്മുടെ മെക്കോട്ട് വരുന്നു, എൻ്റെ അമ്മയോട് ദേഷ്യപ്പെടുന്നു, എന്നോട് ദേഷ്യപ്പെടുന്നു. ഞാൻ പരാതി കൊടുത്തു, ഞാൻ കയറി ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ചുമ്മാ ഒരാളെക്കുറിച്ച് പരാതി എടുക്കാൻ നമുക്ക് വട്ടുണ്ടോ? അത് നമുക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരാളെക്കുറിച്ചിട്ട് ചുമ്മാ കംപ്ലയിൻറ്റ് പറയേ? നമുക്ക് അങ്ങനത്തെ ആവശ്യമില്ല. നമ്മുടെ പരിഹാരം തേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കയറി ഇറങ്ങുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയണ്ടേ, നമ്മൾ ഇത്രയും പാവപ്പെട്ടവർ ഇത്രയും മേലെ ഇറങ്ങി നടന്നിട്ട് ഗവൺമെൻറ്റിൽ നിന്നോ ഗവൺമെൻറ് സ്റ്റാഫുകളിൽ നിന്നോ ഒരു റെസ്പോൺസിബിലിറ്റിയും നല്ലതായിട്ട് കിട്ടിയിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇവരുടെ പേരിൽ കൊടുത്ത, അതായത് ഇവർ ഭയങ്കര ശല്യം, എൻ്റെ ചെടി നശിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ അത് അവരുടെ ബാധകമല്ല, അവർക്ക് ബാധിക്കുന്നതല്ല, അവർക്ക് ബാധകമല്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. അവർ ചുമ്മാ ഇരിക്കണം. എന്ത് ജോലി, എന്താ ഒരു സുഖമല്ലേ ഗവൺമെൻറ് ജോലി. ജോലി ചെയ്യണവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ജോലി ചെയ്യാതെ കുണ്ടണി നുണയും പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്താ അല്ലേ, പാവപ്പെട്ട ആൾക്കാരുടെ, അല്ലെങ്കിൽ ഞാനും അമ്മയും കുഞ്ഞും താമസിക്കുന്ന വീട്, അവിടെ വന്നിട്ട് എന്താണ് ഇവർ ഇത്രയും നാളോട്ട് പ്രശ്നം പറയുന്നുണ്ട്. അത് പ്രശ്നം പരിഹരിക്കാൻ
സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകത്തില്ലേ? അതാണ് പറയുന്നത്, പണിക്കാർക്കേ ഇതുപോലെയുള്ള ജോലികൾ പറ്റത്തുള്ളൂ. കാരണം പണിക്കാർക്ക് അറിയാം ഇന്നതുപോലെ എവിടെ നിന്ന് വെള്ളം വരുന്നു. അത് ഈ കോൺക്രീറ്റ് പണി, ഈ ഇതുപോലെ ബാത്റൂം പണി ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇവർക്കാട്ടിലും വിവരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവരെക്കാട്ടിലും വിവരവും വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് പണിയെക്കുറിച്ചിട്ട് എവിടെയാണ് പ്രശ്നം എന്ന് അവർ കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇവർക്ക് പറ്റത്തില്ല. ഇവരെ ജോലി എൻ്റെ എന്നാൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇവർക്കൊണ്ട് പറ്റത്തില്ല. ഇത് ഞാൻ ആരെ അടിച്ചമർത്തി പറയുന്നില്ല, എൻ്റെ അനുഭവമാണ്. ഇത് എൻ്റെ അനുഭവമാണ്. ഇനി ഇതുപോലെയുള്ള അനുഭവങ്ങൾ ആർക്കും വരാണ്ടിരിക്കട്ടെ. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളെയൊക്കെ പോലെ ബുദ്ധിമുട്ട് അനുഭവിച്ച് താമസിക്കുന്നുണ്ട്. കാരണം അയൽവക്കം ഭയങ്കര പ്രശ്നമായിട്ട് നമ്മുടെ ചെടി എന്താ പറയുക, ഊണും ഉറക്കവും ഇല്ലാണ്ട് ഒരു മനുഷ്യനിങ്ങനെ ചെടി നശിപ്പിക്കാതിരിക്കുന്നു വെച്ചോ. വൈരാഗ്യം വേണം. ഇത് കുഞ്ഞു കുട്ടിയുള്ളൊരു വീടാണെന്നും കൂടി ഓർക്കണം. എന്നിട്ടാണ് ഈ വൈരാഗ്യം കാണിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഈ വൈരാഗ്യം കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരുടെ സത്യം എങ്ങും എത്താത്ത ആൾക്കാരാണ്. പക്ഷേ പുറമെ നോക്കാൻ വേണ്ടി അംഗൻവാടിയിൽ ഭയങ്കര ജോലിയാണ്. എന്തായാലും ഇതാണ് നമ്മുടെ അവസ്ഥ. പുറത്തിറങ്ങിയാൽ നമുക്ക് ഇതിനുള്ള പരിഹാരം കിട്ടത്തില്ല എന്ന് 100% ഉറപ്പായിട്ടുണ്ട്. കാരണം ഗവൺമെൻറ്റിൽ നിന്ന് ഈ സ്റ്റാഫുകളെ വച്ചേക്കുന്നത് വെറുതെ. കാരണം നല്ല സത്യം പറഞ്ഞാൽ നല്ല സ്റ്റാഫുകളാണ് ആവശ്യം. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് പെരുമാറുന്ന നല്ല സ്റ്റാഫുകളാണ്. കാരണം എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും നാളും പരാതി തന്നു, എന്നിട്ടെന്താ ഇവർക്ക് ഒരു ഇത് കിട്ടാത്തതെന്ന് ആദ്യം മനസ്സിലാക്കി ചിന്തിക്കണം. അതൊന്നും ചിന്തിക്കാൻ അത് നിങ്ങൾ കെട്ടിയതല്ലല്ലോ, അത് അവർ കെട്ടിയതില്ല, അവർക്കുള്ള പൈസയല്ലേ, നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ലല്ലോ. ഇതാണ് കേട്ടോ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം. അപ്പോൾ എൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് അവർ വെള്ളം വരട്ടെ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നമ്മളില്ലെങ്കിൽ നമ്മൾ കെട്ടിയില്ലെങ്കിൽ നമുക്കിങ്ങനെ കയറി ഇറങ്ങേണ്ടി വരും എന്നാണ് അവർ പറയുന്നത്. അതാണ് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ പ്രധാന ജോലി. നിങ്ങൾ ചെയ്യാനുള്ള കാര്യം അവർ ചെയ്യാതെ ഇവരെ വിളിച്ച് കുശലം പറഞ്ഞിട്ട് അങ്ങ് നിർത്തും. അവരെന്താണോ പറയുന്നത് അതനുസരിക്കും. നഷ്ടം നമുക്കല്ലേ, നമ്മുടെ കോമ്പൗണ്ടിനകത്തല്ലേ വെള്ളം വരുന്നത്. അത് മഴവെള്ളമാണെങ്കിലും മഴയത്ത് വരുന്നതാണെങ്കിലും അല്ലാത്ത വെള്ളമാണെങ്കിലും അത് മതിലിനിടയിൽ കൂടി വരുന്നതും അതിൻ്റെ ഉള്ളിൽ കൂടി വരുന്നതൊക്കെ നമ്മുടെ കോമ്പൗണ്ടിലില്ല. ആൾ പോലും നേരെ ചൊവ്വ ഇവിടെ വന്ന് നോക്കിയിട്ട് ഇവിടുത്തെ പ്രശ്നം എന്താണോ എന്ന് പരിഹരിക്കാനുള്ളൊരു സാമാന്യ ബോധം കാണിച്ചിട്ടില്ല എന്ന് ഞാനിനി അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും പറയും. കാരണം ഇത്തരത്തിലുള്ള അയൽവക്കത്തിലുള്ള ആൾക്കാർ ഇനി ഒരിക്കലും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. മനസ്സൊരുക്കി ഞാൻ പ്രാർത്ഥിക്കണം. അത്രമാത്രം ശല്യം, ഒരു ശല്യവുമില്ല, പലതവണ ശല്യം, ചെടി നശിപ്പിക്കുന്നത്. അതാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. നമ്മൾ ദൈവത്തിനെ പോലെ കൊണ്ട് നടക്കുന്നതാണ് വേപ്പെന്ന് പറയുന്നത്. ആ ഒരു വേപ്പിന, മാവ്, മുരിങ്ങ എല്ലാം ഒരു ഇതും ഇല്ലാണ്ട്, ഒരു മനസാക്ഷി കുത്തില്ലാണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ അമ്മ ഇന്ന് പോയി ഇലക്ട്രിസിറ്റി പറഞ്ഞ് നമ്മളാണ് അടിക്കുന്നതെന്ന്, നമ്മളാണ് അവർക്ക് മരുന്ന് അടിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അടിക്കുന്നത്. നമുക്ക് എന്തിന് മരുന്ന് കൊണ്ടടിക്കുക? അത് നമ്മുടെ ചെടി അത്രയും നശിപ്പിച്ച് 7-8 വർഷങ്ങൾ നമ്മൾ സഹിക്കണം. അതിൻ്റെ പുറകെ നമ്മൾ പോയി കമ്മീഷൻ ഓഫീസിൽ പോയി അങ്ങനെ കുറച്ച് ദിവസം കുഴപ്പമില്ലാണ്ടിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഗവൺമെൻറ് ജോലിയും പിന്നെ കുറേ ആൾബലവും പാർട്ടിക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്താ പറയുക നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കൊടുക്കുന്ന പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത്. സ്ത്രീകൾ മാത്രമുള്ളിടത്താണെങ്കിൽ പ്രത്യേകിച്ച് ഇത് തന്നെയാണ് നടക്കുന്നത്.